ദിയ കൃഷ്ണകുമാറിന്റെ കേസ് അറിയാലോ പ്രേം. അതില് മറ്റേ അവരുടെ വ്യാപാര സ്ഥാപനത്തിൽ പണം തട്ടിപ്പ് നടത്തിയ അവിടുത്തെ എംപ്ലോയീസ് ആയിട്ടുള്ള 3 പെൺകുട്ടികൾ അവർ പിടികൂടി, അവരല്ലെങ്കിൽ കീഴടങ്ങി, അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അറിഞ്ഞിരുന്നു. ഇത് 2 വട്ടം ചിന്തിക്കേണ്ട സംഗതിയാണ്. അതായത് നമ്മുടെ നാട്ടില് നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ നൽകുന്ന ഔദാര്യം ഉണ്ടല്ലോ, നിയമം നൽകുന്ന അല്ലെങ്കിൽ അതിലെ പഴുത് അങ്ങനെ തന്നെ പറയണം. അത് വേണമെങ്കിൽ ഒരാളെ രക്ഷിക്കുകയും ചെയ്യാം, ഒരാളെ ശിക്ഷിക്കുകയും ചെയ്യാം, താറടിക്കുകയും ചെയ്യാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ദിയ കൃഷ്ണകുമാറിൻ്റെ ഈ കേസ്. സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ ജൂൺ 3-ന് ദിയ കൃഷ്ണകുമാറിൻ്റെ പിതാവ് കൃഷ്ണകുമാർ, നടൻ കൃഷ്ണകുമാർ, BJP നേതാവ് കൂടെയാണ്. ഇവര് നമ്മുടെ പോലീസിൽ, കൃത്യമായി പറഞ്ഞാൽ കന്റോൺമെന്റ് പോലീസിൽ പരാതി കൊടുക്കുന്നു. ഇവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ, കൃത്യമായി പറഞ്ഞാൽ രാധാകുമാരി, വിനീത, ദിവ്യ, ഇവരും അതിൽ വിനീതയുടെ ഭർത്താവ് ആദർശ്, ഇവർ 3 പേരും ചേർന്ന് തങ്ങളെ വിശ്വാസവഞ്ചന നടത്തി എൻ്റെ മകളുടെ അല്ലെങ്കിൽ ദിയ കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനത്തിലെ പണം അപഹരിച്ചു. കൃത്യം പറഞ്ഞാൽ 69 ലക്ഷം രൂപ അപഹരിച്ചു എന്നുള്ളതാണ് പരാതി. തൊട്ടടുത്ത ദിവസം ഈ ആരോപണ വിധേയരായ ഈ സ്ത്രീകൾ അവര് നേരെ കേസ് കൊടുക്കുകയല്ല, നേരെ അവർ ചാനലുകളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, കൃഷ്ണകുമാർ ഞങ്ങളെ പീഡിപ്പിക്കാൻ നോക്കി, ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ നോക്കി, പണം തന്നില്ലെങ്കിൽ അവരെ തടങ്കലിൽ വെച്ച് ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. അത് ഏറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ദിയയുടെ ഭർത്താവ് അശ്വിൻ ഒരു സ്ത്രീലമ്പടനാണ് എന്ന് ചിത്രീകരിക്കാൻ നോക്കും. രാത്രി മെസ്സേജൊക്കെ അയക്കും. അതായത് നിലവിൽ നമ്മുടെ നിയമത്തിലൊരു പഴുതുണ്ടല്ലോ, ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചാൽ അത് അതിൻ്റെ വാസ്തവം എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെ കേസെടുക്കാം. പക്ഷെ അത് അന്വേഷിച്ച് വരുമ്പോൾ അവർ നിരപരാധിയാണെന്ന് തെളിയിക്കാതിരിക്കാതെ രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിനുള്ളിൽ നാണക്കേട് പേറേണ്ടവർ നാണക്കേട് പേറും. ആ സമയത്തുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം പരിശോധിച്ചാൽ മതി നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഇത് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം. 2 കാരണങ്ങളുണ്ട്. ദിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഒരു സെലിബ്രിറ്റിയാണ്. ദിയയുടെ അച്ഛൻ ഒരു സെലിബ്രിറ്റിയാണ്, രാഷ്ട്രീയമുണ്ട്. ദിയയുടെ സഹോദരി അഹാന ഒരു സെലിബ്രിറ്റിയാണ്. ചില ഇതിലൊക്കെ അച്ഛനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പൊളിറ്റിക്കൽ കമന്റ്സുകൾ നടത്തിയതിൻ്റെ പേരിൽ അവരും ട്രോള് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു അവസരം കാത്തു നിന്നവർ ഇത് ആഘോഷമാക്കി എന്നുള്ളതാണ് വാസ്തവം. ആ സമയത്ത് ഹീനമായ, അതായത് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ വളരെ ഹീനമായ, അതായത് നമ്മൾ വളരെ സെലിബ്രിറ്റികളാണ് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളാണ്, അങ്ങനെ പറയണമല്ലോ, സെലിബ്രിറ്റികൾ ക്ഷമിക്കണം, ആക്ടിവിസ്റ്റുകളാണെന്ന് പറയുന്നവർ ഈ സൈബർ ലിഞ്ചിങ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളവർ വരച്ച് കാണിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ. ഏതായാലും ഇപ്പോൾ ഇവർ കീഴടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി വാദി പ്രതിയായി. ഇനി ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയണം. പക്ഷേ ആദ്യം കേസ് വന്നപ്പോൾ തന്നെ അവർ സമ്മതിക്കുന്നുണ്ട്, അവർ പൈസ എടുത്തിട്ടുണ്ടെന്നുള്ളത്. അതാണ് സമ്മതിച്ചിട്ടാണ് ഈ രസകരം. അതാണ് ട്വിസ്റ്റ് അവിടെയാണ്. അതായത് ഇവർ ഇങ്ങനെ ഓരോ ദിവസവും ആരോപണം ഉന്നയിക്കുന്നു, ചാനലുകളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നു. അവർ പറയുന്നത്, അതായത് ഇവര് നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ബാർകോഡ്, മറ്റേതുണ്ടല്ലോ ഗൂഗിൾ പേ സ്കാൻ, QR കോഡ്, ഇത് അവിടെ കൊടുത്തിട്ട് നിങ്ങൾ പണം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യവസ്ഥ എന്നാണ് ഇവരെ ആദ്യം ആരോപിച്ചത്. അതിന് ദിയ കൃഷ്ണകുമാറും മറുപടി കൊടുത്തത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ദിയ അപ്പോൾ പ്രഗ്നന്റ് ആണ്, 8 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പോഴുള്ള മാനസികാവസ്ഥ നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് നിരന്തരം ഈ കടയിൽ ചെന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു അവസരമാക്കി ഇവർ ഈ വരുന്ന കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ട് ഇവരുടെ QR കോഡ് കൊടുത്തിട്ടാണ് പണം വാങ്ങുന്നത്. ഇവരുടെ ഏതോ കഷ്ടകാലത്തിന് ദിയയുടെ ഒരു സുഹൃത്ത് ആ കടയിൽ ചെന്നു. അങ്ങനെ ഇവരിങ്ങനെ പണം വാങ്ങുന്ന കാര്യം ദിയയെ അറിയിച്ചു. അപ്പോഴാണ് ദിയ ഇവരെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഇവരത് നിഷേധിക്കുകയാണ്. അപ്പൊ ദിയ അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണല്ലോ, നേരെ ബാങ്കിൽ ചെല്ലുന്നു. ബാങ്കിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ നോക്കുമ്പോൾ സംഭവം സത്യമാണ്. അതായത് വലിയ രീതിയിലുള്ള പണം ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഏകദേശം അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. അത് വെച്ചിട്ടാണ് അവർ പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഇവരെ സ്റ്റാൻഡിൽ പിടിച്ചു, ഈ ജീവനക്കാരെ. അപ്പോൾ ഇങ്ങനെ സംഗതികളുണ്ട്, ഞങ്ങൾ നിയമപരമായി പോകുന്നു എന്നൊരു കാര്യം വന്നപ്പോൾ ഇവരുടെ ഫ്ലാറ്റിൽ വന്ന് കുറ്റം ഏറ്റു പറഞ്ഞിട്ട്
ഏതാണ്ട് 8.82 ലക്ഷം രൂപ മടക്കി കൊടുത്തു. കേസ് കോംപ്രമൈസ് ആകാൻ നോക്കി. അപ്പോഴും ഒരാൾ അവിടെ മിസ്സിംഗ് ആണ്. അതായത് അയാളുടെ ഭർത്താവ് വിളിച്ച് ഭീഷണിപ്പെടുത്തലായി, ഞങ്ങൾക്ക് പണം തരാൻ സൗകര്യമില്ല. അതാണ് ഈ പറയുന്ന വിനീതയുടെ ഭർത്താവ് ആദർശ്. അയാൾ ഈ കേസിൽ ഇപ്പോൾ പ്രതിയാണ്. അപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ തരാൻ സൗകര്യമില്ല. അപ്പം ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഈ പെൺകുട്ടികൾ ട്വിസ്റ്റ്, അതായത് ഇങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തി, തടങ്കലിൽ വെച്ച് ഭീഷണിപ്പെടുത്തി, ഞങ്ങളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമമാണ് നടന്നത് എന്ന തരത്തിലൊക്കെ പ്രസ്താവന നടത്തി. പക്ഷെ ഇവരിതൊന്നും അറിയാത്തൊരു സംഗതി ഉണ്ടായി. ഇതെല്ലാം CCTV റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. കാര്യം ഇവര് കുറ്റസമ്മതം നടത്തുന്ന, കുറ്റം ഏറ്റു പറയുന്നതിന്റെ ഓഡിയോ വീഡിയോ പുറത്തു വന്നു. ഇവര് പറഞ്ഞ് ഇവരെ അവിടെ വെച്ച് കയ്യേറ്റം ചെയ്യാൻ നോക്കി എന്നുള്ള ആണ് ആരോപണം ഉന്നയിച്ചത്. പക്ഷെ ആ വീഡിയോകളിലെങ്ങും ഇവർ ഈ തല കുനിച്ച് നിന്ന് കുറ്റമേറ്റു പറയുന്നതല്ലാണ്ട് വേറെ ഒരു സംഗതി ഉണ്ടായില്ല. അപ്പോൾ ഇവരുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. അപ്പോഴും ഇവർ തന്ത്രപരമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കാര്യം അതായത് എല്ലാവരുടെയും മുമ്പിൽ കാര്യം ബോധ്യമായി, ഇങ്ങനെ ഇത്രയും വലിയ പണാപഹരണം നടന്നിട്ടുണ്ട്, വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ടെന്ന് സാമാന്യ യുക്തിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ അടുത്ത ആരോപണം വന്നു, ഈ സൈബർ ലോകത്ത്, അതായത് ഈ CCTV ഫുട്ടേജുകളിലൊക്കെ അല്ലെങ്കിൽ വന്ന മറ്റേ ടെലിഫോൺ റെക്കോർഡ്, അതായത് ഓഡിയോ റെക്കോർഡൊക്കെ ഉണ്ടല്ലോ, അതില് ദിയ കൃഷ്ണയും ദിയയുടെ പിതാവും അല്പം രൂക്ഷമായ പരുഷമായ ഭാഷയിൽ സംസാരിച്ചു. വേണമെങ്കിൽ അതിന് അസഭ്യമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കൊരു സംശയം, അതായത് 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരാൾ ശബ്ദധാരാവലി വെച്ചിട്ട് സംസാരിക്കണം. അയ്യോ പ്ലീസ്, അല്ല നമുക്കാണെങ്കിലും അതിപ്പോ അയാൾ ഒരു സെലിബ്രിറ്റി ആയി പോയത്, അയാൾക്ക് അത്യാവശ്യം ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി പോയത് ഒരു കുറ്റമല്ലല്ലോ. സെലിബ്രിറ്റിയെക്കാട്ടിലും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ പുറകെ കളിക്കുന്ന കാര്യം. ഈ പറയുന്ന സൈബർ മീഡിയയിൽ നിരന്തരം ഇയാളെ അവഹേളിക്കുന്ന പോസ്റ്റുകൾ ഇട്ടതിന് വലിയൊരു വലിയ വിഭാഗമുണ്ട്. അല്ല പ്രേം, വേറൊരു കാര്യമുണ്ട്. ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ പോയിട്ട് കേസ് കൊടുക്കുമ്പോഴേ അവർ കേസ് എടുത്തില്ല ആദ്യം. അത് മ്യൂസിയം പോലീസ് അല്ലേ, കാന്റോൺമെന്റ് പോലീസ്, അവരതിനെ ഡിലേ ആക്കി. എന്നിട്ട് പിന്നെയാണ് അവര് ഡിലേ ആക്കിയിട്ടാണ് കേസ് എടുത്തത് തന്നെ. എന്ന് വെച്ചാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പെണ്ണുങ്ങൾ അതിനെ ഇറങ്ങിയപ്പോഴാണ് അതിന്റെ ആ ഒരു സീരിയസ്നെസ് അവർക്ക് മനസ്സിലായത്. അതായത് ഈ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാനായിട്ട് കൗണ്ടർ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടുണ്ട്. അതായത് നമ്മളിപ്പോൾ വാദി എന്ന നിലയിലാണ് നമ്മളൊരു പരാതി കൊടുക്കുക. അപ്പോൾ വാദിയെ പ്രതിയാക്കിക്കൊണ്ട് എതിർഭാഗം പരാതി കൊടുക്കും. ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ ഒരു വസ്തുത കൈ കിട്ടാതെ മുമ്പോട്ട് പോകാനൊക്കെ ഇല്ല. കാര്യം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. പെൺകുട്ടികളാണ് പരാതിക്കാർ. ഇവിടെ ഉള്ളതും ഒരു സ്ത്രീ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആരുടെ പക്ഷത്ത്, ആരുടെ ഭാഗത്താണ് ഇതെല്ലാം പൊതുമധ്യത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ സാമാന്യ യുക്തി വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് തെളിവാണ് മുഖ്യം. അവർ തെളിവുകൾ പരിശോധിച്ചപ്പോൾ പോലീസിനും ബോധ്യമായി. അപ്പോഴാണ് ഇവർ മുങ്ങിയത്. അപ്പോൾ അതിൽ 2 പേര്, രാധാകുമാരിയും വിനീതയും, ഇന്ന് ഹെൽമെറ്റൊക്കെ ധരിച്ചുകൊണ്ട് വന്ന് ക്രൈംബ്രാഞ്ചിൽ കീഴടങ്ങി. അവർ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റ് ഒന്നും ഇല്ല, അവർ മാസ്ക് മാത്രം ധരിച്ച് പോയിട്ടുണ്ട്. അപ്പോഴും ദിവ്യ എന്ന് പറയുന്ന ആള് ഇപ്പോഴും വന്നിട്ടില്ല, പൊതുമധ്യത്തിലേക്ക് വന്നിട്ടില്ല. അവരും അറസ്റ്റിന് വിധേയമാകുക തന്നെ തീരും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു സെലിബ്രിറ്റി ആയി പോയതുകൊണ്ടോ ഇവർക്കൊരു രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളതുകൊണ്ടോ അവർക്ക് ഇത്തരത്തിൽ അവരെ പൊതുമധ്യത്തിൽ അവഹേളിക്കാനായിട്ടുള്ള കാരണമല്ല. ഇതിൽ ന്യായം ഏതാണോ, ന്യായം ഇതാണ്. കാര്യം ഇവരെ, അതായത് ഈ ദിയ കൃഷ്ണയുടെ തൊട്ട് മുമ്പുള്ള, അതായത് മറ്റേ ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള സംഗതി ഉണ്ടല്ലോ, എന്നാ പറയുന്ന വളകാപ്പ്, അതിൽ പോലും വളരെ സജീവമായി പങ്കെടുത്തിരുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഇവർ പറഞ്ഞ എന്താണെന്നറിയാവോ, ഞങ്ങളെ എപ്പോഴും ചീത്ത വിളിക്കും, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വളരെ പരുഷമായിട്ട് തെറിയടക്കം വിളിച്ചു പറയും. അങ്ങനത്തെ ഒരു മുതലാളിയാണ് ഞങ്ങൾക്കുള്ളതെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. വീഡിയോയിലൊക്കെ അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണതോ വെള്ളം കൊടുക്കണതോ ഒക്കെ ഉണ്ടല്ലേ, അങ്ങനത്തെ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോന്നോരോന്ന് പൊളിഞ്ഞു. അങ്ങനെ അവർ ഒളിവിൽ പോയി. ഏതായാലും ഇപ്പൊ കീഴടങ്ങി അല്ലെങ്കിൽ അറസ്റ്റിലായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പുറകെ വരും. അതെ, കാണാം.